വാതിലാണ് തുറക്കലും പാമ്പ് മേലേക്കണ കയറുകയാണ്. അവിടുന്ന് നീന്തി വീണ്ടും ഗേറ്റിൻ്റെ അടുത്ത് വരെ നീന്തിയിട്ടാണ് മുങ്ങിക്കിടന്ന സ്നേഹാലയത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ മേലെ വലിഞ്ഞു കയറി. അവിടെ നോക്കുമ്പോഴാണ് ശരിക്കും ഭയാനകമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. അങ്ങനെ കെട്ടിടത്തിൻ്റെ മുകളിൽ കയറുന്നപ്പോഴാണ് കാലിൽ നിന്ന് ചോര ഒഴുകിക്കൊണ്ടിരുന്നത്. അതൊരു വല്ലാത്തൊരു കാഴ്ച തന്നെയായിരുന്നു. കാരണം അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമ്മൾക്ക് അവിടെ നിന്ന് തന്നെ ചിലപ്പോൾ ബോധരഹിതനാവും. എനിക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളതല്ല, ഞാൻ മരിച്ചു പോവുക എന്നുള്ളതല്ല ഇവിടെ വിഷമം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുട്ടികൾ, എൻ്റെ മക്കളാവട്ടെ അല്ലെങ്കിൽ സ്നേഹാലയത്തിലെ കുട്ടികളാവട്ടെ, ഇവർക്കൊരു ആപത്ത് വരരുതല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് താമസിക്കാനുള്ള ആ കെട്ടിടം പൊളിഞ്ഞു വീഴുമോ എന്നൊരു ഭയം വന്നു എനിക്ക്. പ്രിയമുള്ളവരെ, നമസ്കാരം, അസ്സലാമു അലൈക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ 2018 പ്രളയമാണ്. 2018 പ്രളയം ഒരുപാട് ജനങ്ങൾക്ക് കേരളത്തിൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ നിലമ്പൂർ തന്നെ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് ജീവനും സ്വത്തും ജീവിതവും താറുമാറായി നശിച്ചു പോയ ഒരു കാലഘട്ടം തന്നെയായിരുന്നു, ഒരു വർഷം തന്നെയായിരുന്നു. എൻ്റെ വീട് നിലമ്പൂർ കോവിലകത്തുമുറിയാണ്. കോവിലകത്തുമുറി പുഴയുടെ തീരത്താണ്, പുതുവാദ്യാർമഠം കൊട്ടാരം. അതിനോട് ചേർന്നാണ് നിലമ്പൂർ സ്നേഹാലയവും സ്ഥിതി ചെയ്യുന്നത്. നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രവും പുഴയുടെ തീരത്ത് തന്നെയാണ്. അന്ന് രാത്രി ആ പ്രളയ ദിവസം ഒരു 9-10 മണിയാവുമ്പോഴാണ് പുഴയിൽ നിന്ന് വെള്ളം കയറി എൻ്റെ വീടിൻ്റെ ഉമ്മറപ്പടി എല്ലാം വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ സാധാരണ ചരിത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു ജീവിത കാലഘട്ടത്തിനിടയിൽ ഇന്ന് വരെ കാണാത്ത പ്രളയമാണല്ലോ. അതുകൊണ്ട് തന്നെ എത്ര വലിയ പ്രളയം വന്നാലും എത്ര വലിയ മഹാമാരി വന്നാലും വർഷക്കാലത്ത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് താഴെ, എത്രയോ താഴെ അടിയിലാണ്, ഈ പുഴയുടെ തീരത്താണ് എൻ്റെ വീട്, താഴെയാണ് പുഴയുള്ളത്. അപ്പോൾ ഇത്ര മുകളിലേക്ക് വെള്ളം വരാറ് ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ വെള്ളം ഇറങ്ങിക്കോളും എന്ന് പറഞ്ഞ് അങ്ങനെ കാത്തിരിക്കുകയാണ്. സ്നേഹാലയത്തിലെ അംഗങ്ങളെയെല്ലാം അവിടുന്ന് നീക്കം ചെയ്തു. ഞാനും എൻ്റെ കുടുംബവും അവിടെ തന്നെ പരമാവധി ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞു. വെള്ളം ഉമ്മറത്ത് മാത്രമല്ല മുറിയിലാകെ പരന്ന് കിടക്കാൻ തുടങ്ങി. ജനൽ തുറന്ന് നോക്കിയപ്പോഴാണ്, ടോർച്ചടിച്ച് നോക്കിയപ്പോൾ അങ്ങ് അകലെ വരെ, വീടിനോട് ചേർന്ന് തൊട്ട് അകലെ പുഴയുടെ അറ്റം വരെ, അത്തിക്കാട് രാമനല്ലൂർ ശിവക്ഷേത്രത്തിൻ്റെ ആ ക്ഷേത്ര അങ്കണം വരെ വെള്ളം ഇവിടെ നോക്കിയാൽ കാണാം. അങ്ങ് അകലെ വരെ എല്ലാം മൂടിക്കിടക്കുകയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. അവിടുന്ന് വേഗം കിട്ടിയ സാധനങ്ങൾ, സ്നേഹാലയത്തിലെ കുട്ടികളുടെ ബാഗ്, അതുപോലെ തന്നെ വീട്ടിലെ സാധനങ്ങൾ എല്ലാം അവിടെ ഉപേക്ഷിച്ച് ഞങ്ങൾ കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായി അവിടുന്ന് താമസം മാറി. പരിസര പ്രദേശം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി. അങ്ങനെ TBയിൽ അവിടെയാണ് മുറി ഒരുക്കിയത്. അവിടെ നിന്നുകൊണ്ട് നേരെ ഞങ്ങൾ തിരിച്ച് ഈ കുടുംബത്തിലെ ഞാൻ കൊണ്ടാക്കിയതിന് ശേഷം പോയി നോക്കിയപ്പോൾ കണ്ട കാഴ്ച, വെള്ളം അതിവേഗത്തിൽ കയറുകയാണ്. വീടെല്ലാം മുങ്ങിപ്പോയി. സ്നേഹാലയത്തിൻ്റെ കെട്ടിടത്തിൻ്റെ പകുതിയും വെള്ളത്തിൻ്റെ അടിയിൽ. സാഹസികത അല്ലെങ്കിൽ നമ്മുടെ ആകെയുള്ള ചെറിയ സമ്പാദ്യം, കുറച്ച് പണം അക്കൗണ്ടിലല്ലാതെ ഉള്ള പണം, അതെടുക്കാൻ വേണ്ടി ഞാൻ വെള്ളത്തിൽ കൂടി, ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ വെള്ളത്തിൽ കൂടി നീന്തിയിട്ടാണ് ഞാൻ വീടിൻ്റെ അകത്ത് കയറിയത്. അകത്ത് കയറി നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറയെ വേസ്റ്റ് വന്ന് അടിഞ്ഞു കിടക്കുന്നു. അതിൽ തന്നെ പേടിപ്പിക്കുന്ന രീതിയിൽ രണ്ട് പാമ്പുകൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വാതിലാണ് തുറക്കലും പാമ്പ് മേലേക്കണ കയറുകയാണ്. അവിടുന്ന് നീന്തി വീണ്ടും ഗേറ്റിൻ്റെ അടുത്ത് വരെ നീന്തിയിട്ടാണ് അവിടുന്ന് രക്ഷപ്പെട്ടത്.
സ്നേഹാലയത്തിൻ്റെ ഗേറ്റ് കടന്ന് കുറച്ച് നീന്താനുണ്ടായിരുന്നു ശരിക്കേ ആ ബിൽഡിങ്ങിലേക്ക് എത്തിപ്പെടാൻ. അങ്ങനെ നമ്മുടെ വീടിനോട് ചേർന്ന് ബാക്ക് കൂടി വേണം അത് നീന്തി ഒരു മതിൽ പിടിച്ചാണ് നമ്മൾക്ക് പിന്നെ പോകേണ്ടി വരിക. ഇല്ലെങ്കിൽ അതിശക്തമായ കുത്തൊഴുക്കൊക്കെ ഉള്ളതുകൊണ്ട് ആ വീടിൻ്റെ അല്ലെങ്കിൽ പുഴയിലേക്കാവും ചിലപ്പോൾ നമ്മൾ പോകാൻ സാധ്യത. എന്തായാലും ആ നീന്തലിൻ്റെ ഇടയിൽ കാലിൽ കുപ്പിച്ചില്ല് കയറി തോന്നുന്നു. കാരണം ചോര വല്ലാതെ പോവുക, കാല് നന്നായിട്ട് മുറിഞ്ഞ്, കാരണം അതിന് മേലെ കോണി വെച്ച് ഈ പകുതി മുക്കാലും മുങ്ങിക്കിടന്ന സ്നേഹാലയത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ മേലെ വലിഞ്ഞ് കയറി. അവിടെ നോക്കുമ്പോഴാണ് ശരിക്കും ഭയാനകമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. കാരണം പാറക്കടവ്, അത്തിക്കാട് രാമനല്ലൂർ ശിവക്ഷേത്രം, അതുപോലെ തന്നെ കോലത്തുമുറിയിലെ ഓരോ ഭാഗങ്ങൾ അവിടെ നിന്ന് നോക്കിയാൽ കാണാം. തീക്കടി ഭാഗം, ശ്മശാനം എല്ലാം മുങ്ങിപ്പോയി. കാരണം ഈ ട്രസ്റ്റിൻ്റെ ബാക്ക് വശം ശ്മശാനമാണ്. അങ്ങനെ കെട്ടിടത്തിൻ്റെ മുകളിൽ കയറുന്നപ്പോഴാണ് കാലിൽ നിന്ന് ചോര ഒഴുകിക്കൊണ്ടിരുന്നത്. അതൊരു വല്ലാത്തൊരു കാഴ്ച തന്നെയായിരുന്നു. കാരണം അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമ്മൾക്ക് അവിടെ നിന്ന് തന്നെ ചിലപ്പോൾ ബോധരഹിതനാവുമോ എന്നുള്ള ഭയം. പിന്നെ അവിടുന്ന് വീണ്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്നും കയറി എടുക്കാൻ പറ്റിയില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ പാമ്പുകളുടെ ഒരു കൂടാരം തന്നെ. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ആ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ഒന്നും ഒരു ഡോക്യുമെൻറ്റ്സ് എടുക്കാൻ സാധിക്കാത്തൊരവസ്ഥ വന്നു. കാരണം അതിൻ്റെ ഉള്ളിലെല്ലാം ആകെ ഒഴുകി നടക്കുകയാണ്. ഈ ഒഴുക്കിൻ്റെ ഇടയിൽ വാതിലും ജനലും എല്ലാം തുറന്നിട്ടു. കാരണം അതിന്നിട്ടും സാധാരണ അങ്ങനെ തുറന്നിട്ടില്ലെങ്കിൽ ആ ബിൽഡിങ്ങിന് നാശം സംഭവിക്കുമോ? കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ളതല്ല, ഞാൻ മരിച്ചു പോവുക എന്നുള്ളതല്ല ഇവിടെ വിഷമം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുട്ടികൾ, എൻ്റെ മക്കളാവട്ടെ, അല്ലെങ്കിൽ സ്നേഹാലയത്തിലെ കുട്ടികളാവട്ടെ, ഇവർക്കൊരാപത്ത് വരരുതല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് താമസിക്കാനുള്ള ആ കെട്ടിടം പൊളിഞ്ഞു വീഴുമോ എന്നൊരു ഭയം വന്നു എനിക്ക്. അതെന്നെ വല്ലാതെ മാനസികമായിട്ട് തളർത്തിക്കളഞ്ഞു ആ ഒരു സംഭവം. കാരണം ദുർബലമായ പുഴയുടെ തീരമായതുകൊണ്ട് ഏത് സമയം ഇടിഞ്ഞു പോകുമോ? കാരണം ആ ഒരു വശം ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണത്. അതാണ് എന്നെ വല്ലാതെ തകർത്ത് പോയത്. പിന്നീട് അവിടുന്ന് വീണ്ടും ഞാൻ നീന്തി ഇറങ്ങി, ആ കോണി ഇറങ്ങി, ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി ഒരു വശത്തോട് നീന്തി ഇങ്ങനെ നേരെ സ്നേഹാലയത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഗേറ്റ് കഴിഞ്ഞ് കിടന്ന് മുകളിലേക്ക് കയറിപ്പോകണം. അവിടെയൊക്കെ വെള്ളം കയറിയിരുന്നു. അപ്പോഴേക്കും വെള്ളം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാ വീടുകളും, പ്രത്യേകിച്ച് സ്നേഹാലയത്തിൻ്റെ പരിസരത്തുള്ള വീടുകളെല്ലാം ചളി കയറി വന്ന് അടിഞ്ഞ്. നിലമ്പൂർ ദേവി ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു പറ്റം സന്നദ്ധ പ്രവർത്തകരെ ഞാൻ കണ്ടെത്തിയത്. അവരെല്ലാവരും ഓരോ മഹലിൽ നിന്നാണ്, പലതരത്തിലുള്ള ക്ലബ്ബുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ 150ഓളം ആളുകളെ ഞാൻ കോലത്തുമുറിക്ക് കൊണ്ടുപോയി. അവിടെ എല്ലാ വീടുകളും ക്ലീൻ ചെയ്യാൻ, വൃത്തിയാക്കാനും എല്ലാം ആ നല്ലവരായ ആ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ അന്ന് വന്നിട്ടാണ് ആ പ്രദേശം മുഴുവൻ വൃത്തിയാക്കി തരാൻ സാധിച്ചത്. മനുഷ്യ സ്നേഹം അല്ലെങ്കിൽ മനുഷ്യ സേവനം എന്താണെന്നുള്ളത് ആ കാലത്താണ് ശരിക്കും ജനങ്ങൾ തിരിച്ചറിഞ്ഞത്, പ്രത്യേകിച്ച് സ്നേഹാലയം. കാരണം സ്നേഹാലയത്തിൻ്റെ സൗഹൃദങ്ങൾ ഒന്നും രണ്ടുമല്ലല്ലോ. 10-30 വർഷത്തെ സേവന പാരമ്പര്യത്തിലൂടെ പല ആളുകളും എൻ്റെ ഫോണിലേക്ക് വിളിച്ച് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു. സ്നേഹാലയത്തിലെ കുട്ടികളെല്ലാം സുരക്ഷിതമാക്കിയതിന് ശേഷം നിലമ്പൂർ ജ്യോതിപ്പടി LIC ഓഫീസിനോട് ചേർന്ന് ഞങ്ങൾ ഈ ദൂരെ നിന്ന് വരുന്ന സാധനങ്ങൾ, അരി സാധനങ്ങളെല്ലാം നമ്മുടെ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മുറി വാടകയ്ക്ക് എടുത്തു. ബാംഗ്ലൂരിൽ നിന്ന് വരെ സാധനങ്ങൾ നമ്മളവിടെ വന്ന് എന്നെ വിളിച്ചു. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, പായ, തലയണ, പ്ലേറ്റ് ഒന്നും പറയണ്ട. ജനങ്ങൾ ഇത്രയും സ്നേഹത്തോടു കൂടിയിട്ട് ജാതി, മതം, രാഷ്ട്രീയമൊന്നും ആ സമയത്ത് ആരുടെ മനസ്സിലും ഇല്ല. എല്ലാവരും അവരവരുടെ കുടുംബം രക്ഷപ്പെടണം, മറ്റുള്ള പാവപ്പെട്ട ആളുകളെ, കഷ്ടത അനുഭവിക്കുന്ന ഈ പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് നരകിക്കുന്ന ആ പാവങ്ങൾക്ക് വേണ്ടി എല്ലാവരും കൈകോർത്ത ഒരു ദിവസമായിരുന്നു, അല്ലെങ്കിൽ ഒരു സമയമായിരുന്നു അത്. സ്നേഹാലയം വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളും എല്ലാം ഒലിച്ചുപോയി. ധാരാളം പാവപ്പെട്ട ആളുകളുടെ ഇടയിലേക്ക് ഞങ്ങൾ വണ്ടി എടുത്ത് ഓരോ സ്ഥലങ്ങളിൽ പോവുകയാണ്. ഭക്ഷണ സാധനങ്ങൾ, വിശന്ന കുട്ടികൾക്ക് വേണ്ട ബിസ്ക്കറ്റ്, പൊടികൾ,
പാക്കറ്റ് ഫുഡുകൾ, ടിൻ ഫുഡുകൾ എല്ലാം ശേഖരിച്ച് ഓടുകയാണ് ഓരോ സ്ഥലങ്ങളിലും. അന്നദാനം തരാൻ വേണ്ടി ആളുകൾ ആ സമയത്ത് വിളിച്ചാൽ രാത്രിയോ പകലോ വെള്ളപ്പൊക്കമോ നോക്കാതെ യൂടുവഴിയിലൂടെയും അങ്ങനെ ഇങ്ങനെ ഓടി പോയി അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ സമ്പാദ്യം 2000, 3000, 1000, 5000 രൂപ ശേഖരിച്ച് തിരിച്ച് വരും. വടപുറം പാലം നിറഞ്ഞു കവിഞ്ഞു. ഏത് സമയവും അവിടെ വാഹനങ്ങളെല്ലാം ഗതാഗതം നിരോധിച്ചു. പക്ഷേ ആ സമയത്താണ് നമ്മൾക്ക് മഞ്ചേരിയിൽ നിന്ന് 10000 രൂപ തരാം, ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞ് ഒരു വീട്ടിൽ നിന്ന്, മേലാക്കത്തുനിന്ന് ഒരു വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ ആ പ്രളയത്തെ, ആ കുത്തൊലിച്ചു വരുന്ന വെള്ളം വകവയ്ക്കാതെ എന്ന് വേണമെങ്കിൽ പറയാം, അന്ന് ജീവൻ പോണ്ടതായിരുന്നു. ഞാൻ നീന്തി രക്ഷപ്പെട്ടു. അവിടുന്ന് അക്കരെ കടന്നു. എങ്ങനെയോ ആളുകളൊക്കെ കരച്ചിലും ഒച്ചയും ഓളിയിടലും ബഹളം അതൊന്നും വകവയ്ക്കാതെ ആ 10000 രൂപയ്ക്ക് വേണ്ടി, കാരണം ആ 10000 രൂപ ആ സമയത്ത് പാവങ്ങളെ എത്രയോ പേരുടെ വിശപ്പടക്കാൻ, നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥയും എല്ലാം പരിഗണിച്ച് ഞാൻ അവിടുന്ന് ഓടി. പല വാഹനങ്ങൾ കൈകാട്ടി നിർത്തിയും അങ്ങനെ മേലക്കത്തെത്തിയ കാശ് മേടിച്ച് തിരിച്ച് വന്നപ്പോഴേക്കും വെള്ളം വളരെയധികം കൂടി. മണിക്കൂറുകളോളം കാത്തു നിന്നിട്ടാണ്, ദൂരെ പോയിട്ടാണ് അവിടുന്ന് നീന്തി അക്കരയ്ക്ക് എത്തിയത്. അത് ഓർക്കുമ്പോഴോ, സാധാരണ പ്രളയത്തിൽ എല്ലാവരും ഈ ഒരു സന്നദ്ധ സംഘടനാ പ്രവർത്തനത്തിൽ എല്ലാവരും വന്നു. പക്ഷേ ആ വെള്ളപ്പൊക്കത്തിൽ അന്ന് ആലോചിക്കാൻ വയ്യ. 10000 രൂപയ്ക്ക് വേണ്ടി ആ വടവറം പാലത്തിൻ്റെ ആ ഒലിവിൽ, ആ ഒഴുക്കിൽപ്പെട്ട് പോണ്ട ഞാൻ, അന്നത്തെ നമ്മുടെ സന്നദ്ധ സഹചാരികളായ ആളുകൾ, ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് ഓരോ സാധനങ്ങളും അവിടെയും ഇവിടെയും, ഭൂതാനം, വെള്ളിമുറ്റം, അല്ലെങ്കിൽ ചക്കാലക്കുത്ത്, പല ഭാഗങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടാവുന്ന പോലെയൊക്കെ ഓടിക്കതച്ച്. എന്നിട്ടും ചില സമയങ്ങളിൽ ആ പരിസരവാസികളായ ചില ആളുകളുടെ ഈ പ്രവർത്തനങ്ങൾ ആ ഒരു മറ്റുള്ളവരെ സഹായിക്കുന്നതിന് പകരം നമ്മുടെ സ്ഥാപനത്തെയും സ്നേഹാലയത്തെയും ഉപദ്രവിക്കാൻ നോക്കിയ ഒരു സമയം കൂടിയായിരുന്നു ആ പ്രളയം. അതൊരിക്കലും മറക്കാനാവാത്ത ആ ഒരു വിവരം പുറലോകം അറിയില്ല എന്നാണ് സത്യത്തിൽ ഇവർ ധരിച്ചത്. പക്ഷേ അവർക്കറിയില്ലായിരുന്നു ആരാണ്, എന്താണ് നമ്മൾ എന്നുള്ളത്. നമ്മൾ ആരോടും ഒന്നിനും പോവാതെ വിഷമിച്ച് ആ പ്രളയത്തെ അതിജീവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നിലമ്പൂർ ആയിഷ താത്ത, നമ്മുടെ സ്നേഹാനിധിയായ രക്ഷാധികാരി, അവരുടെ നിർദ്ദേശപ്രകാരവും പലയിടങ്ങളിൽ നിന്നും കിട്ടുന്ന അരി, സാധനങ്ങൾ, പച്ചക്കറി, ഇതെല്ലാം എല്ലായിടത്തും ശേഖരിച്ച് ഇല്ലാത്ത കുടുംബത്തിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള നെട്ടോട്ടമായിരുന്നു അന്ന്. മറ്റുള്ളവനെ സഹായിക്കാനുള്ള ആ ഒരു മനസ്സോടുകൂടിയുള്ള ഓട്ടമായിരുന്നു. ഓരോരുത്തരും രക്ഷപ്പെടുത്താൻ വേണ്ടി പല ആളുകളെയും, മൃഗങ്ങളെയും, പക്ഷികളെയും, മനുഷ്യരെയും ആ നിലമ്പൂര് ജ്യോതി തിയേറ്ററിൻ്റെ ഭാഗം വരെ വെള്ളം കൊണ്ട് മൂടി. കോലത്തുമുറിയിലെ ഓരോ ഭാഗങ്ങളും വെള്ളത്താൽ മൂടപ്പെട്ടു. ഒന്നും എടുക്കാനാവാതെ ഇട്ട ഡ്രസ്സോട് കൂടിയിട്ട് ഓടി രക്ഷപ്പെടുന്ന കാഴ്ചകളും, ആർക്കും ഒന്നും ചെയ്യാനാവാത്ത ഒരു സമയം തന്നെയായിരുന്നു ആ ഉരുൾപൊട്ടലിനോട് ചേർന്ന് സംഭവിച്ചത്. അങ്ങനെ എല്ലാ സംഘടനകളുടെ അടുത്തേക്കും ഇതുപോലെ ദൂരെ നിന്ന് ബാംഗ്ലൂർ, മൈസൂർ, അല്ലെങ്കിൽ തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്ന് വാഹനങ്ങൾ ഇങ്ങനെ നിരയായി നിലമ്പൂരിലേക്ക് വരികയാണ്. എന്തായാലും ജീവഹാനി സംഭവിച്ചവർക്ക് കഴിയുന്ന പോലെ ആ കുടുംബത്തിനെല്ലാം എല്ലാ മനുഷ്യരും ഒത്തുചേർന്ന് കൈകോർത്തുകൊണ്ട് സഹായിക്കാൻ ആ പ്രളയത്തിൽ സാധിച്ചു. ഇനിയൊരു ദുരന്തം ഇതുപോലെ ഉണ്ടാവാതിരിക്കാൻ നമ്മൾക്ക് പ്രാർത്ഥിക്കാം. സേവാഭാരതിയുടെ പ്രവർത്തനം, നൂറുകണക്കിന് വോളണ്ടിയേഴ്സാണ് സേവാഭാരതി അടക്കം ഓരോ പള്ളി കമ്മിറ്റികളും, ഓരോ ക്ലബിലെ പ്രവർത്തകരും, സന്നദ്ധ സംഘടനാ പ്രവർത്തകരും, രാഷ്ട്രീയക്കാരും, ഒന്നും പറയണ്ട. അന്നത്തെ ആ സമയത്തുള്ള കൈകോർക്കൽ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ആത്മബന്ധം തന്നെയായിരുന്നു. വരുന്നവർക്കെല്ലാം ഭക്ഷണം വിളമ്പി സ്നേഹാലയം, വരുന്നവരെയൊക്കെ പരിസരത്തും പ്രദേശങ്ങളിലുമുള്ള
അരി സാധനങ്ങളെല്ലാം IHK എന്നുള്ള സംഘടന, ലയൺസ് ക്ലബിൻ്റെ വക എല്ലാം സ്നേഹാലയത്തിലേക്ക് ഒഴുകിയെത്തി. ഒരുപാട് ആളുകളുടെ വിശപ്പ് മാറ്റാൻ, ഒരുപാട് പേരുടെ കണ്ണീരൊപ്പാൻ ആ സമയത്ത് സ്നേഹാലയത്തിനും മറ്റുള്ളവർ ചെയ്യുന്ന പോലെ സ്നേഹാലയത്തിനും എളിയ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ച വിവരമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. 2018 പ്രളയം മനുഷ്യരാശിക്കാകമാനം ഒരു പാഠമാണ്. മണ്ണ്, പുഴയിൽ നിന്നും മണ്ണ് വാരുന്നതും കുന്നിടിക്കുന്നതും മല ഇടിച്ച് പൊട്ടിച്ച് അങ്ങനെയൊരു പ്രകൃതിയെ തന്നെ എല്ലാ അർത്ഥത്തിലും ചൂഷണം ചെയ്യുന്ന ഈ പരിപാടികൾ എല്ലാ മനുഷ്യരും ഒരു പാഠമാണ്. നമ്മൾ വിചാരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ കിട്ടുന്ന ലാഭങ്ങളാണ്. വരും തലമുറ, നമ്മുടെ വരും തലമുറയ്ക്ക് വരുന്ന അനർത്ഥങ്ങളും വിഷമങ്ങളും എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഓരോ മനുഷ്യനും ഈ തലമുറയിൽ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്ത് നശിപ്പിച്ച് എല്ലാ വീടുകളിലും എല്ലാവരും നമ്മൾക്ക് ചെടികൾ, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. പ്രകൃതിക്ക് തണലൊരുക്കാം, മനുഷ്യന് തണലൊരുക്കാം, മൃഗങ്ങൾക്കും പക്ഷികൾക്കും തണലൊരുക്കാം. അവർക്ക് ജീവവായു ഉണ്ടാക്കണം. അതിനുവേണ്ടി നമുക്ക് കൈകോർക്കാം. എല്ലാവരും ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു വൃക്ഷത്തൈ വെച്ച് പിടിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കുക. നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെ ഭാഗമായിട്ട് 50ഓളം വൃക്ഷത്തൈകളാണ് നിലമ്പൂരിൻ്റെ ഓരോ പ്രദേശത്തും ഓരോ ഭാഗത്തും ഇപ്പോൾ വെച്ച് പിടിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനിയും ധാരാളം വെച്ചുപിടിപ്പിക്കാനുള്ള ആഗ്രഹവുമായി നടക്കുന്ന ഒരു ട്രസ്റ്റാണ് സ്നേഹാലയം. അതുപോലെ എല്ലാവരും ട്രസ്റ്റ് ആവണമെന്നില്ല, വ്യക്തികൾ മതി. കഴിയുന്ന ആളുകൾ ചെടികൾ, മരങ്ങൾ ധാരാളം വെച്ചുപിടിപ്പിക്കുക. നമുക്ക് ചുറ്റും തണലൊരുക്കാം. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് നിയന്ത്രിക്കാൻ സാധിക്കും. എല്ലാവർക്കും നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെ വിനീതമായ കൂപ്പുകൈ. നമസ്തേ.